ഓക്കെ, നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ഭാഗമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡയറക്റ്റിങ്ങിൻ്റെ 4ാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൾ തിങ്സ് വൺ പേഴ്സൺ ഡസ് വെൻ ഹി വാണ്ട്സ് ടു ക്രിയേറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ മൈൻഡ് ഓഫ് അനദർ. മറ്റൊരാളുടെ മനസ്സിൽ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ നടപ്പിലാക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടെല്ലിംഗ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ടെല്ലിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും ഒരു പൊതുവായ പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൾ തിങ്സ് വൺ പേഴ്സൺ ഡസ് വെൻ ഹി വാണ്ട്സ് ടു ക്രിയേറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ മൈൻഡ് ഓഫ് അനദർ. മറ്റൊരാളുടെ മനസ്സിൽ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ നടപ്പിലാക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻഡർ, റിസീവർ, മെസ്സേജ്, മീഡിയ ഓർ ചാനൽ, ഡീകോഡിംഗ്, എൻകോഡിംഗ്, അതുപോലെ ഫീഡ്ബാക്ക് ആൻഡ് നോയ്സ്. 8 തരത്തിലുള്ള എലമെൻറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും പിന്നെ വ്യത്യസ്ത രീതിയിലുള്ള ആശയവിനിമയ രീതികൾ, അതായത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്താണെന്നും സെൻറ്റർ മുതലുള്ള ആ ഭാഗം അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നുള്ളൊരു ഭാഗമാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നുള്ളത് നോക്കാം. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് 2 രീതിയിലുണ്ട്. ഒന്ന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും പിന്നെ ഒന്ന് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ വിച്ച് പാസസ് ത്രൂ ദ ഫോർമൽ ചാനൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഫോർമൽ ചാനലിൽ കൂടെ പോകുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ സ്വാഭാവികമായിട്ടും ആശയവിനിമയ പ്രക്രിയ എന്നുള്ളത് പോകുന്നത് നോർമലി എങ്ങനെയായിരിക്കും? ഫോർമൽ ചാനലിൽ കൂടെ അല്ലെങ്കിൽ ഔപചാരികമായിട്ടുള്ള ശൃംഖലയിൽ കൂടെയായിരിക്കും ആശയവിനിമയ പ്രക്രിയ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ത്രൂ ദ ഒഫീഷ്യൽ ചാനൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഒഫീഷ്യൽ ചാനലിൽ കൂടെ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പ്രധാനമായിട്ടും 5 തരത്തിലാണുള്ളത്. ഒന്ന് സിംഗിൾ ചെയിൻ, രണ്ടാമത്തേത് വീൽ, മൂന്നാമത്തേത് സർക്കുലർ, നാലാമത്തേത് ഫ്രീ ഫ്ലോ, അഞ്ചാമത്തേത് ഇൻവേർട്ടഡ് വി. സിംഗിൾ ചെയിൻ, വീൽ, സർക്കുലർ, ഫ്രീ ഫ്ലോ ആൻഡ് ഇൻവേർട്ടഡ് വി. ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. സിംഗിൾ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ചെയിൻ അഥവാ ഏക ശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയ ശൃംഖല അല്ലെങ്കിൽ ഔപചാരികമായ ആശയവിനിമയ ശൃംഖലയിലെ ഏറ്റവും ആദ്യത്തെയാണ് സിംഗിൾ ചെയിൻ അഥവാ ഏക ശൃംഖല എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദിസ് നെറ്റ്വർക്ക് എക്സിസ്റ്റ് ബിറ്റ്വീൻ എ സൂപ്പർവൈസർ ആൻഡ് ഹിസ് സബോർഡിനേറ്റ്സ്. Since many levels exist in an organization structure, communication flows from every superior to his subordinate through single chain. സിംഗിൾ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മേലധികാരിയും തൻ്റെ കീഴ് ജീവനക്കാരനും തമ്മിലുള്ള ആശയവിനിമയ ശൃംഖലയെയാണ് നമ്മൾ ഏക ശൃംഖല അല്ലെങ്കിൽ സിംഗിൾ ചെയിൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്ഥാപനത്തിൽ വിവിധ തലങ്ങളുണ്ടെങ്കിലും ഓരോ മേലധികാരിയും തൻ്റെ കീഴ് ജീവനക്കാരോട് ആശയവിനിമയം നടത്തുന്നത് ഈ രീതിയിലാണ്. അതായത് സിംഗിൾ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മേലധികാരിയും ഒരു കീഴ് ജീവനക്കാരനും തൻ്റെ തൊട്ട് താഴെയുള്ള കീഴ് ജീവനക്കാരനും തമ്മിലുള്ള ഒരു ആശയവിനിമയ ശൃംഖലയാണ് നമ്മൾ സിംഗിൾ ചെയിൻ അല്ലെങ്കിൽ ഏക ശൃംഖല എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വ്യത്യസ്ത തലങ്ങളുണ്ടെങ്കിലും ഒരു മേലധികാരിയും തൻ്റെ കീഴ് ജീവനക്കാരോട് ആശയവിനിമയം നടത്തുന്നത് ഈ രീതിയിലാണ്. ഇറ്റ് ഈസ് ദ നെറ്റ്വർക്ക് എക്സിസ്റ്റ് ബിറ്റ്വീൻ എ സൂപ്പർവൈസർ ആൻഡ് സബോർഡിനേറ്റ്. ഒരു സൂപ്പർവൈസറും സബോർഡിനേറ്റും തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണിത്. സിൻസ് മെനി ലെവൽസ് എക്സിസ്റ്റ് ഇൻ എൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഒരുപാട് ലെവൽസുകൾ ഉണ്ടെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഫ്രം എവരി സുപ്പീരിയർ ടു ഹിസ് സബോർഡിനേറ്റ് ത്രൂ സിംഗിൾ ചെയിൻ. നോർമലി കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഫ്ലോ ചെയ്യുന്നത് സുപ്പീരിയർ ടു സബോർഡിനേറ്റിലേക്ക് ഫോം ചെയ്യുന്നത് ഈ സിംഗിൾ ചെയിനിൽ കൂടെ ആയിരിക്കും. അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഔപചാരിക നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് വീൽ അഥവാ ചാക്രിക രൂപത്തിലുള്ള നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്താണ് വീൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നോക്കാം. ഇൻ എ വീൽ നെറ്റ്വർക്ക് ആൾ സബോർഡിനേറ്റ്സ് അണ്ടർ സുപ്പീരിയർ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഹിം ഓൺലി ആസ് ഹി ആക്ട്സ് ആസ് എ ഹബ് ഓഫ് ദ വീൽ. സബോർഡിനേറ്റ്സ് ആർ നോട്ട് അലൗഡ് ടു ടോക്ക് എമംഗ് ദംസെൽസ്. വീൽ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു മേധാവിയുടെ കീഴിലുള്ള എല്ലാ കീഴ് ജീവനക്കാരും അദ്ദേഹത്തിലൂടെ മാത്രം ആശയവിനിമയം നടത്തുന്നു. അദ്ദേഹമാണ് ആശയവിനിമയ ശൃംഖലയുടെ കേന്ദ്രബിന്ദു. കേന്ദ്രബിന്ദുവിലൂടെ അല്ലാതെ ഇതിൽ ആശയവിനിമയം സാധ്യമല്ല. അതായത് ഒരു പർട്ടിക്കുലർ മേധാവി അല്ലെങ്കിൽ ഒരു ഉന്നതാധികാരി ഉണ്ടായിരിക്കും. ആ ഉന്നതാധികാരിയുടെ കീഴിലേക്ക് ഒരുപാട് കീഴ് ജീവനക്കാരുണ്ടാവും. ആ അധികാരി പറയുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അധികാരി നൽകുന്ന
കമ്മ്യൂണിക്കേഷനിൽ കൂടെയാണ് മറ്റ് ജീവനക്കാരിലേക്ക് ആശയവിനിമയം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇവിടെ കേന്ദ്ര ബിന്ദുവായിട്ടൊരു ഉന്നതാധികാരി ഉണ്ടാവും. ആ കേന്ദ്ര ബിന്ദുവിൽ നിന്നും മറ്റ് ജീവനക്കാരിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു ആശയവിനിമയ രീതിയാണ് നമ്മൾ വീൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്രബിന്ദു ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രഥമ അധ്യക്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ പ്രഥമാധികാരി ഇല്ലാതെ ഒരിക്കലും ആശയവിനിമയം സാധ്യമാകാത്ത ഒരു രീതിയാണ് വീൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഹബ് ഓഫ് ദ വീലായിട്ടൊരു വ്യക്തി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വീലിൻ്റെ അഗ്രമായിട്ട്. വീൽ എന്ന് പറഞ്ഞാൽ ചക്രം. ആ ചക്രം എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് ചാക്രിക രൂപത്തിൽ പറഞ്ഞാൽ ഒരു റൗണ്ട് രൂപത്തിൽ ആയിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. അതായത് ഒരു മേധാവിയുടെ കീഴിൽ എല്ലാ ജീവനക്കാരും അദ്ദേഹത്തിലൂടെ മാത്രം ആശയവിനിമയം നടത്തുന്ന ഒരു രീതിയാണ് നമ്മൾ ചാക്രിക രൂപം അല്ലെങ്കിൽ വീൽ നെറ്റ്വർക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ ആശയവിനിമയ ശൃംഖലയുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ആരായിരിക്കും? ആ വീൽ നെറ്റ്വർക്കിൻ്റെ അതോറിറ്റി ആയിരിക്കും. ഈ കേന്ദ്രബിന്ദുവിലൂടെ അല്ലാതെ ആശയവിനിമയം സാധ്യമല്ല. നെക്സ്റ്റ്, സർക്കുലർ നെറ്റ്വർക്ക്. എന്താണ് സർക്കുലർ നെറ്റ്വർക്ക് എന്ന് നോക്കാം. ഇൻ എ സർക്കുലർ നെറ്റ്വർക്ക് ദ കമ്മ്യൂണിക്കേഷൻ മൂവ്സ് ഇൻ എ സർക്കിൾ. ഈച്ച് പേഴ്സൺ ക്യാൻ ജോയിൻ ഓർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് അഡ്ജോയിനിങ് ടു പേഴ്സൺസ്. ഇൻ ദിസ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഈസ് സ്ലോ. സർക്കുലർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആശയവിനിമയം നടപ്പിലാകുന്നത് വൃത്താകൃതിയിലാണ്. ഓരോ വ്യക്തിക്കും തൻ്റെ തൊട്ടടുത്തുള്ള 2 വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്താം. ഇത്തരം ശൃംഖലയിൽ ആശയവിനിമയ വേഗം വളരെ കുറവായിരിക്കും. വൃത്താകൃതിയിലുള്ള നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തിക്ക് തൻ്റെ തൊട്ടടുത്തുള്ള 2 വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്താം. ഇത്തരം ആശയവിനിമയ ശൃംഖലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വേഗം കുറവായിരിക്കും. അതായത് ഒരു വ്യക്തിക്ക് 2 ആളായിട്ട് മാത്രമേ ഒരേ സമയം ആശയവിനിമയം നടത്താൻ കഴിയുകയുള്ളൂ. അതാണ് ഈ വൃത്താകൃതിയിലുള്ള ആശയവിനിമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും തൻ്റെ തൊട്ടടുത്തുള്ള 2 വ്യക്തികളായിട്ട് മാത്രമേ ആശയവിനിമയം നടത്താൻ കഴിയുകയുള്ളൂ. അതാണ് ഈ ആശയവിനിമയ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തരം ശൃംഖലയുടെ പ്രത്യേകത പറഞ്ഞാൽ വേഗം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് കുറവായിരിക്കും. ഈച്ച് പേഴ്സൺ ക്യാൻ ജോയിൻ ഓർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് അഡ്ജോയിനിങ് 2 പേഴ്സൺസ്. ഓരോ പേഴ്സണും അയാളുടെ സമീപത്തുള്ള അല്ലെങ്കിൽ അയാൾക്ക് തൊട്ടടുത്തുള്ള 2 വ്യക്തിയുമായിട്ട് അഡ്ജോയിനിങ് ചെയ്തിട്ട് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഫോം ചെയ്യാം. അത്തരത്തിലുള്ളൊരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ സർക്കുലർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള നെറ്റ്വർക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ എന്നുള്ളത് നോർമലി സ്ലോ ആയിരിക്കും. 4-മത്തേത് ഫ്രീ ഫ്ലോ. ഫ്രീ ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ ശൃംഖല എന്നർത്ഥം. ഇൻ ദിസ് നെറ്റ്വർക്ക് ഈച്ച് പേഴ്സൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ഫ്രീലി. ദ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഫാസ്റ്റ് ഇൻ ദിസ് നെറ്റ്വർക്ക്. ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത എന്നാൽ ഈ കമ്മ്യൂണിക്കേഷനിൽ ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും സംസാരിക്കാനുള്ള സ്വതന്ത്രമായ ആശയവിനിമയം നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. ഇവിടെ ഓരോരുത്തർക്കും മറ്റുള്ളവരുമായിട്ട് സ്വതന്ത്രമായ ആശയവിനിമയം നടത്താവുന്നതാണ്. ഇത്തരം ശൃംഖലകളിൽ സുഗമവും വേഗമേറിയതുമായിട്ടുള്ള ശൃംഖലകളാണ്. അതാണ് ഒരു ഫ്രീ ഫ്ലോ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത. ഫ്രീ ഫ്ലോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്വതന്ത്രമായ ശൃംഖല എന്നാണ് അർത്ഥം. ഈ സ്വതന്ത്രമായ ശൃംഖലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും എല്ലാ വ്യക്തികളുമായിട്ട് ഒരേ സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആരോട് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്വതന്ത്രമായ ഒരു ശൃംഖലാ സംവിധാനമാണ് ഫ്രീ ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ ആശയവിനിമയ പ്രക്രിയ എന്ന് പറയുന്നത് സുഗമവും വേഗവുമേറിയതുമാണ്. അതായത് വേഗത്തിൽ ആശയങ്ങൾ കൈമാറ്റം ചെയ്യാവുന്നതും സുഗമമായി അല്ലെങ്കിൽ എളുപ്പമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ആശയവിനിമയ പ്രക്രിയയാണ് ഫ്രീ ഫ്ലോ എന്നുള്ള മെത്തേഡിൽ കാണുന്നത്. നെക്സ്റ്റ്, 5-മത് പറയുന്നത് ഇൻവേർട്ടഡ് വി. ഇൻവേർട്ടഡ് വി അല്ലെങ്കിൽ വിപരീതമായ വി മാതൃക എന്ന് പറയുന്നത് in this network a subordinate is allowed to communicate with his immediate superior as well as his superior's superior. However, in later case only prescribed communication takes place. ഈ ആശയവിനിമയ രീതിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ ഒരു കീഴ് ജീവനക്കാരന് അയാളുടെ തൊട്ടു മുകളിലുള്ള മേധാവിയോടും അതിൻ്റെ മുകളിലുള്ള മേധാവിയോടും ആശയവിനിമയം നടത്താൻ സാധിക്കും. അതാണ് വി എന്നുള്ള നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത. എന്നാൽ തിരിച്ച് നിർദ്ദേശിക്കപ്പെട്ട മാർഗത്തിലൂടെ മാത്രമേ ആശയവിനിമയം സാധ്യമാക്കുകയുള്ളൂ. തിരിച്ച് നിർദ്ദേശിക്കപ്പെട്ട മാർഗത്തിലൂടെ മാത്രമേ ആശയവിനിമയം സാധ്യമാകുകയുള്ളൂ എന്നുള്ളതിന് പ്രത്യേകത. അതായത് വിപരീത വി മാതൃക എന്ന് പറഞ്ഞാൽ ഒരു ജീവനക്കാരന് തൻ്റെ തൊട്ടുമുകളിലുള്ള മേധാവിയോടും അതിനു മുകളിലുള്ള ഒരു മേധാവിയോടും സുഗമമായിട്ട് ആശയവിനിമയം നടത്താം. പക്ഷേ തിരിച്ച് ആശയവിനിമയം നടത്തുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ടുള്ള മാർഗ്ഗനിർദ്ദേശത്തിലൂടെ മാത്രമേ ആശയവിനിമയം തിരിച്ച് സാധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് വിപരീതമായ വി മാതൃക എന്ന് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സബോർഡിനേറ്റ് ഈസ് അലൗഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. സബോർഡിനേറ്റിനെ തൻ്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആസ് വെൽ ആസ് ഹിസ് സുപ്പീരിയേഴ്സ് സുപ്പീരിയർ, അതോടൊപ്പം തന്നെ സുപ്പീരിയറുടെ സുപ്പീരിയറുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. ഹവവർ ഇൻ ലേറ്റർ കേസ് ഓൺലി പ്രിസ്ക്രൈബ്ഡ് കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസ്ക്രൈബ്ഡ് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇവിടെ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. ഇതാണ് 5 തരത്തിലുള്ള ഔപചാരിക ആശയവിനിമയ ശൃംഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഔപചാരികമായ ആശയവിനിമയ ശൃംഖലകൾ ഏതൊക്കെ നോക്കാം.
സിംഗിൾ ചെയിൻ അല്ലെങ്കിൽ ഏക ശൃംഖലയാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് വീൽ അഥവാ ചാക്രിക രൂപത്തിലുള്ള ശൃംഖലയാണ്. മൂന്നാമത് പറയുന്നത് വൃത്താകൃതിയിലുള്ളത് അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. നാലാമത്തേത് ഫ്രീ ഫ്ലോ അഥവാ സ്വതന്ത്രമായ ശൃംഖലയാണ്. അഞ്ചാമത്തേത് ഇൻവേർട്ടഡ് വി അഥവാ വിപരീതമായ വി മാതൃകയാണ്. ഇങ്ങനെ 5 തരത്തിലുള്ള ആശയവിനിമയ ശൃംഖലകളാണ് പൊതുവേ ഉള്ളത്. ഏക ശൃംഖല എന്ന് പറഞ്ഞാൽ സിംഗിൾ ചെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മേലധികാരിയും തൻ്റെ കീഴ് ജീവനക്കാരനും തമ്മിലുള്ള ആശയവിനിമയമാണ്. വീൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മേലധികാരിയും തൻ്റെ കീഴ് ജീവനക്കാരനായിട്ടുള്ളത്. വീൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു മേധാവിയുടെ കീഴിലുള്ള എല്ലാ കീഴ് ജീവനക്കാരനും ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്ന് മാത്രം കമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കണമെങ്കിൽ അതിനെ നമ്മൾ വീൽ അല്ലെങ്കിൽ ചാക്രിക രൂപം എന്ന് പറയും. മൂന്നാമത്തത് വൃത്താകൃതിയിൽ, ഇവിടെ ഓരോ വ്യക്തിക്കും തൊട്ടടുത്തുള്ള 2 വ്യക്തികളുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആശയവിനിമയ രീതിയാണ് വൃത്താകൃതിയിലുള്ള രീതി എന്ന് പറയുന്നത്. നാലാമത് പറയുന്നത് സ്വതന്ത്രമായ ശൃംഖല, ഇവിടെ ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും സ്വതന്ത്രമായി സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഫ്രീ ഫ്ലോ അല്ലെങ്കിൽ സുഗമമേറിയും വേഗമേറിയതുമായിട്ടുള്ള ഒന്നാണ്. മറ്റത് വളരെ സ്ലോ ആണ് വൃത്താകൃതിയിലെന്ന് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് ഇൻവേർട്ടഡ് വി അല്ലെങ്കിൽ വിപരീതമായ വി മാതൃക എന്ന് പറയുന്നത്. ഇവിടെ ഒരു കീഴ് ജീവനക്കാരന് അയാളുടെ തൊട്ടുമുകളിലുള്ള ഒരു ജീവനക്കാരനുമായിട്ടും അതിന് തൊട്ടുമുകളിലുള്ള ജീവനക്കാരനായി മാത്രമാണ് ആശയവിനിമയം നടത്താൻ സാധിക്കുക. തൊട്ടുമുകളിലുള്ള ജീവനക്കാരനുമായിട്ടും മേധാവിയുമായിട്ടും അതിന് മുകളിലുള്ള മേധാവിയുമായിട്ടും ഒരു കീഴ് ജീവനക്കാരന് ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു രീതിയാണ് വിപരീതമായ വി മാതൃക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ തിരിച്ച് നിർദ്ദേശിക്കപ്പെട്ട മാർഗ്ഗത്തിലൂടെ മാത്രമേ അവർക്ക് ഇൻഫർമേഷൻ കൈമാറാൻ കഴിയൂ. തിരിച്ച് നിർദ്ദേശിക്കപ്പെട്ട മാർഗ്ഗത്തിൽ കൂടെ മാത്രമേ ഇൻഫർമേഷൻ കൈമാറ്റം ചെയ്യാൻ കഴിയുകയുള്ളൂ. അടുത്തത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട രീതികളാണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അനൗപചാരിക ആശയവിനിമയ പ്രക്രിയ. എന്താണ് അനൗപചാരിക ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. Communication takes place without following the formal lines of communication is said to be informal communication. Informal system of communication is generally referred as grapevine because it spreads throughout the organization with its branches going out in all directions in utter disregard to the levels of authority. എന്താണ് അനൗപചാരിക ആശയവിനിമയം എന്ന് നോക്കാം. അനൗപചാരിക ആശയവിനിമയം എന്ന് പറഞ്ഞാൽ സംഘടനയുടെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഔപചാരിക മാർഗ്ഗത്തിലൂടെ അല്ലാത്ത ആശയവിനിമയ പ്രക്രിയയാണ് നമ്മൾ അനൗപചാരിക ആശയവിനിമയം എന്ന് പറയുന്നത്. ഔപചാരിക ആശയവിനിമയത്തിൽ എങ്ങനെയായിരിക്കും, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടുള്ള ഒഫീഷ്യൽ ചാനലിൽ കൂടെ ആയിരിക്കും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെടാത്ത ഔപചാരിക മാർഗ്ഗത്തിൽ കൂടെ അല്ലാത്ത ആശയവിനിമയ പ്രക്രിയയാണ് നമ്മൾ അനൗപചാരിക ആശയവിനിമയം അഥവാ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഒരിക്കലും ഇൻഫർമേഷൻ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിയാധിഷ്ഠിതമായിട്ട് നമ്മൾ പറയുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കും അനൗപചാരിക ആശയവിനിമയത്തിൽ ഉണ്ടാവുക. ഇത്തരം ആശയവിനിമയങ്ങളെ സാധാരണഗതിയിൽ ഗ്രേപ്പ് വൈൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മുന്തിരി വള്ളികൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മുന്തിരി വള്ളികളോടാണ് സാധാരണഗതിയിൽ അനൗപചാരിക ആശയവിനിമയ പ്രക്രിയയെ സൂചിപ്പിക്കാറ് അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്താറ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഈ കാരണം എന്താണെന്ന് വെച്ചാൽ അധികാരപരിധി അനുസരിക്കാത്ത ഇത്തരം ആശയവിനിമയങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്നോ ഏത് ദിശയിലാണോ പ്രവഹിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. എവിടെ നിന്നാണ് ഈ ആശയങ്ങൾ ഉണ്ടാകുന്നതെന്നോ അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ് ഇത് പ്രവഹിക്കുക എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത കാരണം കൊണ്ട് നമ്മളിതിനെ മുന്തിരിവള്ളികൾ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. മുന്തിരിവള്ളികളുടെ അതേ രൂപത്തിലാണ് അല്ലെങ്കിൽ മുന്തിരിവള്ളികളുടെ സ്ട്രക്ചറിനനുസരിച്ചിട്ടായിരിക്കും ഈ ആശയവിനിമയ പ്രക്രിയ പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് അതിനെ സൂചിപ്പിക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ബ്രാഞ്ചസ് ഗോയിങ് ഔട്ട് ഇൻ ആൾ ഡയറക്ഷൻസ് ഇൻ അട്ടർ ഡിസ്റിഗാർഡ് ടു ദ ലെവൽസ് ഓഫ് അതോറിറ്റി. ഈ ഇൻഫർമേഷൻസ് എവിടെ നിന്നാണോ വരുന്നത് അല്ലെങ്കിൽ ഏത് ദിശയിൽ നിന്നാണോ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണോ പ്രവഹിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ഇതിനെ ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുന്തിരിവള്ളികൾ എന്ന് പറയുന്നതിൻ്റെ കാരണം, മുന്തിരിവള്ളികളോട് സാദൃശ്യപ്പെടുത്തുന്നതിൻ്റെ കാരണം. അപ്പോൾ അനൗപചാരിക ആശയവിനിമയം എന്ന വാക്കിനെ തന്നെ ഗ്രേപ്പ് വൈൻ എന്ന രീതിയിലും ചോദിക്കാറുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഗ്രേപ്പ് വൈൻ എന്നും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും പറയാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മുന്തിരിവള്ളി നെറ്റ്വർക്ക് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇനി ഏതൊക്കെ രീതിയിലാണ് ഈ ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് എന്ന് നമുക്ക് നോക്കാം. ഗ്രേപ്പ് വൈൻ നെറ്റ്വർക്ക് പ്രധാനമായിട്ടും 4 രീതിയിലാണ്. ഒന്ന് സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്, രണ്ടാമത്തത് ഗോസിപ്പ് നെറ്റ്വർക്ക്, മൂന്നാമത്തത് പ്രോബബിലിറ്റി നെറ്റ്വർക്ക്, നാലാമത്തത് ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ഇത് ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്. മുന്തിരിവള്ളി നെറ്റ്വർക്കിൽ ആദ്യത്തെയാണ് സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക് അഥവാ ഒറ്റച്ചരട് ശൃംഖല എന്ന് പറയുന്നത്. എന്താണ് ഒറ്റച്ചരട് ശൃംഖല അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നോക്കാം.
ഈ ഒറ്റച്ചരട് ശൃംഖലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റച്ചരട് ശൃംഖലയിൽ ഓരോ വ്യക്തിയും ഒരു പ്രത്യേക ക്രമത്തിൽ പരസ്പരം ആശയവിനിമയം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെയാണ് നമ്മൾ ഒറ്റച്ചരട് ശൃംഖല അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഓരോ വ്യക്തിയും ഒരു പ്രത്യേക ക്രമത്തിലാണ് ആശയവിനിമയം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒറ്റച്ചരട് ശൃംഖല അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കും. ഒരു പ്രത്യേക ക്രമത്തിൽ ഓരോ വ്യക്തിയും ആശയവിനിമയം നടത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒറ്റച്ചരട് ശൃംഖല എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും. അടുത്തത് ഗോസിപ്പ് നെറ്റ്വർക്ക്. എന്താണ് ഗോസിപ്പ് നെറ്റ്വർക്ക് നോക്കാം. അണ്ടർ ദിസ് നെറ്റ്വർക്ക് ഈച്ച് പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ആൾ ഓർ നോൺ സെലക്റ്റീവ് ബേസിസ്. ഗോസിപ്പ് ശൃംഖലയുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തി ഒരു കൂട്ടം വ്യക്തികളോട് ആശയവിനിമയം നടത്തുന്നതിനെയാണ് ഗോസിപ്പ് ശൃംഖല എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗോസിപ്പ് ശൃംഖലയുടെ പ്രത്യേകത ഒരു വ്യക്തി ഒരു കൂട്ടം വ്യക്തികളോട് ആശയവിനിമയം നടത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഗോസിപ്പ് ശൃംഖല എന്ന് പറയാം. ഗോസിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വ്യക്തി തന്നെ ഒരു കൂട്ടം വ്യക്തികളോട് ആശയവിനിമയം നടത്തുകയാണ് ചെയ്യുന്നത്. ഗോസിപ്പ് ശൃംഖലയിൽ ഒരു വ്യക്തി ഒരു കൂട്ടം വ്യക്തികളോട് ആശയവിനിമയം നടത്തുകയാണെങ്കിൽ അതിന് നമ്മൾ ഗോസിപ്പ് ശൃംഖല എന്ന് പറയാം. നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ബേസിസിലാണ്, സെലക്ട് ചെയ്തിട്ടല്ല ആളുകളെ അവിടെ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് പ്രോബബിലിറ്റി നെറ്റ്വർക്ക് അല്ലെങ്കിൽ അനുമാന ശൃംഖല എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഹിയർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ്സ് റാൻഡംലി വിത്ത് അതർ ഇൻഡിവിജ്വൽസ്. അനുമാന ശൃംഖലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനുമാന ശൃംഖലയിൽ ഓരോ വ്യക്തിയും ഒരു ക്രമമോ സ്ഥാനമോ ഇല്ലാതെ എല്ലാവരോടും ആശയവിനിമയം നടത്തുന്നു. ഇവിടെ ക്രമമോ സ്ഥാനമോ ഇല്ലാതെ ഒരു വ്യക്തിയെ എല്ലാവരോടും ഓരോ വ്യക്തിയും ആശയവിനിമയം നടത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് അനുമാന ശൃംഖല എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അനുമാന ശൃംഖലയിൽ ഓരോ വ്യക്തിയും പ്രത്യേകിച്ച് ക്രമമോ അല്ലെങ്കിൽ സ്ഥാനമോ ഇല്ലാതെ പലരോടും ആശയവിനിമയം നടത്തണമെങ്കിൽ അതിനെ നമുക്കെന്ത് പറയാം, അനുമാന ശൃംഖല അല്ലെങ്കിൽ പ്രോബബിലിറ്റി നെറ്റ്വർക്ക്. റാൻഡംലി വിത്ത് അതർ ഇൻഡിവിജ്വൽസ്, റാൻഡമായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. റാൻഡമായിട്ട് ഓരോരുത്തരെയും സെലക്ട് ചെയ്യുകയും ആ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രമമോ സ്ഥാനമോ ഇല്ലാതെ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മുടെ പ്രോബബിലിറ്റി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഓൺലി ദോസ് പീപ്പിൾ ഹൂം ഹി ട്രസ്റ്റ്. Of these 4 types of network, cluster is the most important in organization and it is very popular. ക്ലസ്റ്റർ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഗണശൃംഖല എന്നാണ് ആ വാക്കിൻ്റെ ഉദ്ദേശം. ഗണശൃംഖലയിൽ ഓരോ ഇൻഡിവിജ്വലും താൻ വിശ്വസിക്കുന്ന ആളുകളായിട്ട് മാത്രമേ ആശയവിനിമയം നടത്തുന്നുള്ളൂ. വിശ്വാസമില്ലാത്ത ആളുകളുമായിട്ട് ആശയവിനിമയം നടത്താൻ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ക്ലസ്റ്റർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഗണശൃംഖല എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള 4 ശൃംഖലയിലും ഗണശൃംഖലയാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ശൃംഖല എന്ന് പറയുന്നത് ക്ലസ്റ്റർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഗണശൃംഖലയാണ്. ഇതാണ് 4 തരത്തിലുള്ള അനൗപചാരിക ആശയവിനിമയ രീതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അനൗപചാരിക ആശയവിനിമയം എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഔപചാരിക മാർഗത്തിലൂടെ അല്ലാത്ത നടക്കുന്ന ആശയവിനിമയ പ്രക്രിയയാണ് നമ്മൾ അനൗപചാരിക ആശയവിനിമയം അഥവാ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഗ്രേപ്പ് വൈൻ അഥവാ മുന്തിരിവള്ളികൾ എന്ന വാക്കുകൊണ്ടും സാദൃശ്യപ്പെടുത്താറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആശയങ്ങൾ അല്ലെങ്കിൽ മുന്തിരിവള്ളികളെ പോലെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ആശയങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏത് ദിശയിലേക്കാണ് പ്രവഹിക്കുന്നതെന്ന് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നല്ല, കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. അത് കാരണം കൊണ്ട് തന്നെ മുന്തിരിവള്ളികളോടാണ് നമ്മളിതിനെ സാദൃശ്യപ്പെടുത്താറ്. ഇനി ഇത് പ്രധാനമായിട്ടും 4 തരത്തിലുള്ളത്. ഒന്ന് സിംഗിൾ സ്ട്രാൻഡ് അല്ലെങ്കിൽ ഒറ്റച്ചരട് ശൃംഖല എന്ന് പറയുന്നത് അവിടെ ഓരോ വ്യക്തിയും ഒരു പ്രത്യേക ക്രമത്തിൽ പരസ്പര ആശയവിനിമയം ചെയ്യുന്നു. രണ്ടാമത്തെ ഗോസിപ്പ് ശൃംഖല എന്ന് പറയുന്നത് ഇവിടെ ഒരു വ്യക്തി ഒരു കൂട്ടം വ്യക്തികളോട് ആശയവിനിമയം നടത്തുന്നതിനാണ് ഗോസിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് പ്രോബബിലിറ്റി ശൃംഖല അല്ലെങ്കിൽ അനുമാന ശൃംഖല എന്ന് പറയുന്നത് ഇവിടെ ഓരോ വ്യക്തിയും ഒരു ക്രമമോ സ്ഥാനമോ ഇല്ലാതെ എല്ലാവരോടും ആശയവിനിമയം നടത്തുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി നെറ്റ്വർക്ക് അല്ലെങ്കിൽ അനുമാന ശൃംഖല എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അനുമാന ശൃംഖലയിൽ ഓരോ വ്യക്തിയും ഒരു ക്രമമോ സ്ഥാനമോ ഇല്ലാതെ എല്ലാവരോടും ആശയവിനിമയം നടത്തുന്നതിനെയാണ് നമ്മൾ അനുമാന ശൃംഖല എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നാലാമത്തത് ഗണശൃംഖല അല്ലെങ്കിൽ ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറയും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുകളായി മാത്രം ആശയവിനിമയം നടത്തുന്ന രീതിയാണ് നമ്മൾ ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ മുകളിൽ പ്രതിപാദിച്ച 4 തരത്തിലുള്ള ശൃംഖലകളിൽ ഗണശൃംഖലയാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ശൃംഖല എന്ന് പറയുന്നത്. ഇതാണ് 4 തരത്തിലുള്ള അനൗപചാരിക ആശയവിനിമയ പ്രക്രിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിക്ചറുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതിൻ്റെ പിക്ചറുകൾ ഞാൻ നോട്ടിൽ കൊടുക്കുന്നുണ്ട്. ഔപചാരിക ആശയവിനിമയത്തിൻ്റെയും അനൗപചാരിക ആശയവിനിമയത്തിൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ പിക്ചറും, ഈ 3 പിക്ചറുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പിക്ചർ സഹിതം ഈ ചോദ്യം വരുന്ന സമയത്ത് ആ പിക്ചർ കൂടെ അതിൻ്റെ കൂടെ വരയ്ക്കണം. പിക്ചർ ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് എടുത്ത് എഴുതുക. ഞാൻ നോട്ട് തരുന്നുണ്ട്. ആ നോട്ടിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് പിക്ചറുകൾ വരയ്ക്കുക.
നോട്ട് എഴുതുന്നതോടൊപ്പം തന്നെ പിക്ചറും അതിൻ്റെ കൂടെ തന്നെ വരയ്ക്കേണ്ടതാണ്. ആ പിക്ചർ നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കണം. അപ്പോൾ ഔപചാരിക ആശയവിനിമയത്തിൻ്റെ പിക്ചറുകൾ ഏതൊക്കെയാണ്? 5 തരത്തിലുള്ള പിക്ചറുകളുണ്ട് ഔപചാരിക ആശയവിനിമയത്തിൽ. ഒന്ന് സിംഗിൾ ചെയിനിൻ്റെ പിക്ചർ, എങ്ങനെയാണ് സിംഗിൾ ചെയിൻ എന്നുള്ളതിൻ്റെ പിക്ചറുണ്ട്. വീൽ പാറ്റേണിൻ്റെ പിക്ചറുണ്ട്. സർക്കുലറിൻ്റെ പിക്ചറുണ്ട്. ഫ്രീ ഫ്ലോൻ്റെ പിക്ചറുണ്ട്. അതോടൊപ്പം തന്നെ ഇൻവേർട്ടഡ് വി അതിൻ്റെ പിക്ചറുണ്ട്. ആ 5 പിക്ചറുകൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ അനൗപചാരിക ആശയവിനിമയത്തിൽ 4 പിക്ചറുണ്ട്. സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്, ഗോസിപ്പ് നെറ്റ്വർക്ക്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക്, ക്ലസ്റ്റർ നെറ്റ്വർക്ക്, അതും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഔപചാരികത്തിൻ്റെ 5 എണ്ണം ഏതൊക്കെയാണ്? 5 എണ്ണം ഔപചാരികത്തിൻ്റെ 5 പിക്ചറുകൾ വരച്ചിട്ടുണ്ട്. സിംഗിൾ ചെയിന്, വീല്, സർക്കുലർ, ഫ്രീ ഫ്ലോ, സിംഗിൾ ചെയിൻ, വീൽ, സർക്കുലർ, ഫ്രീ ഫ്ലോ ആൻഡ് ഇൻവേർട്ടഡ് വി. 5 തരത്തിലുള്ള പിക്ചറാണ് ഔപചാരിക ആശയവിനിമയ പ്രക്രിയയിലുള്ളത്. സിംഗിൾ ചെയിന്, വീല്, സർക്കുലർ, ഫ്രീ ഫ്ലോ ആൻഡ് ഇൻവേർട്ടഡ് വി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അനൗപചാരിക ആശയവിനിമയത്തിൽ 4 തരത്തിലുള്ള പിക്ചറുള്ളത്. ഒന്ന് സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്, പിന്നെ ഒന്ന് ഗോസിപ്പ് നെറ്റ്വർക്ക്, പിന്നെ ഒന്ന് പ്രോബബിലിറ്റി നെറ്റ്വർക്ക്, പിന്നെ ഒന്ന് ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ഈ 4 തരത്തിലുള്ള പിക്ചർ. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഒരു പിക്ചർ തരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ പിക്ചർ എന്ന് പറഞ്ഞിട്ട് സെൻറ്റർ മുതൽ ഫീഡ്ബാക്ക് വരെയുള്ള ഇൻഫർമേഷൻസ് കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം. ഈ ചിത്രങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ചിത്രങ്ങളെല്ലാം നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എടുത്തെഴുതണം. നിർബന്ധമായിട്ടും ചിത്രങ്ങൾ പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷനെ ബന്ധപ്പെട്ടുള്ള എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ സെൻറ്റർ മുതൽക്കുള്ള ആ ഇൻഫർമേഷൻസ് മുഴുവൻ എഴുതുകയും അതിൻ്റെ പിക്ചർ വരയ്ക്കുകയും വേണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ നെറ്റ്വർക്ക് ചോദിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് എഴുതുകയും അതിൻ്റെ പിക്ചറുകൾ വരയ്ക്കുകയും നോട്ട്സ് എഴുതുകയും വേണം. അതുപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എഴുതുകയും അതിൻ്റെ പിക്ചറുകൾ വരയ്ക്കുകയും നോട്ട് എഴുതുകയും വേണം. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.